പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പഴയ കാലത്ത് നമ്മൾ ചിന്തിച്ചത് അങ്ങനെയാണ്. രോഗം വന്നാൽ നമ്മുടെ ചികിത്സ അത് മാലയാണ്, അത് മൗലിദാണ്. എന്റെ ഉമ്മമാരെ, നമുക്ക് ഓർമ്മയില്ലേ? നല്ലൊരു കാലം നമുക്ക് കഴിഞ്ഞു പോയില്ലേ? ഇന്നും നമുക്ക് ആ അനുഭവങ്ങളില്ലേ? പ്രസവ വേദന എടുത്ത ഉമ്മമാര് നഫീസത്ത് മാല ചൊല്ലിയിട്ടല്ലേ അവരുടെ പ്രസവം നടക്കുന്നത്. എന്ത് ഇത്ര സുന്ദരമായൊരു കാലമാണ് മാലയുടെ കാലം, മൗലിദിന്റെ കാലം. അപ്പോ മാലയുടെ കാലം, മൗലിദിൻ്റെ കാലം അതൊരു ഇരുണ്ട കാലമാണെന്നല്ല, എത്ര നല്ല കാലഘട്ടമാണ്. അപ്പം നമ്മളെ മാലി മൗലിദ് നമ്മളെ ചികിത്സ, അതുപോലെ തന്നെ പ്രസവം അടുക്കുന്ന പെണ്ണിന് അടുത്ത് നഫീസത്ത് മാല ചെല്ലുക. അപ്പം ഇത് സമസ്ത പണ്ട് കാലം മുതലേ പറഞ്ഞ് സമൂഹത്തിൽ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിൻ്റെ പോലീസുകളൊക്കെ ഇവരുടെ സുന്നി വോയിസിൽ കാണാം. സുന്നി വോയിസിൽ നഫീസത്ത് മാല, ജനസഹസ്രങ്ങളുടെ ആശ്വാസ കാവ്യം, സുന്നി വോയിസ്. അതിൽ പറയാണ്, എന്താ പറഞ്ഞാൽ ഇതാ: ഗർഭകാലത്തെ പ്രയാസങ്ങൾക്കും പ്രസവ സമയത്തെ അപകടങ്ങൾക്കും പരിഹാരത്തിനായി നഫീസത്ത് മാല ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും കേരളീയ മുസ്ലിമീങ്ങൾ ഫലപ്രദമായി കണ്ടിരുന്നു. കേരള മുസ്ലിങ്ങളെന്നല്ല, സമസ്തക്കാർ എന്നാണ് എൻ്റെ ശരിയായ ഭാഷ്യം. അപ്പോൾ ഗർഭകാലത്തെ പ്രയാസങ്ങൾക്ക് ആശുപത്രി പോകണ്ട, അതുപോലെ തന്നെ ഈ പ്രസവ സമയത്തിനും ആശുപത്രി പോകണ്ട. എന്ത് ചെയ്താൽ മതി? നഫീസത്ത് മാല ചെല്ലിക്കുക, അല്ലെങ്കിൽ നഫീസത്ത് മാല സ്വന്തം ചെല്ലുക, അല്ലെങ്കിൽ നഫീസത്ത് മാല വേറൊരാളെ കൊണ്ട് ചെല്ലിപ്പിക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം നഫീസ റായുടെ പേരിൽ നേർച്ചയാക്കിയ ഉടൻ സുഖപ്രസവം നടന്നത് ഈ മാലയിൽ കവി വിവരിക്കുന്നുണ്ട്. അപ്പം നഫീസത്ത് മാല ഇങ്ങനെ ഇടങ്ങാറായി പ്രസവിക്കാതെ ഇടങ്ങാറായി പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു നേർച്ച ആരുടെ പേരിൽ? നഫീസത്ത് ബീൻ്റെ പേരിൽ. അത് വരുന്ന പ്രസവം. നിജമേ ഫേറ്റിൻ നോവതിയിൽ കുട്ടി തല അടിത്തേ, നത്യ ദുഃഖം പൊക്ക് രണ്ട് നാണയം എടുത്തേ. ഇതിലുള്ളതാണ്. അപ്പം എന്താ പറഞ്ഞാൽ, ഫേറ്റിൻ്റെ നോവതിയിൽ കുട്ടി തല ഇങ്ങനെ ഇട്ട് വെക്കാണ്. അപ്പോൾ അതാ നഫീസത്ത് മാല കൊണ്ട് ചെല്ലി, അപ്പോൾ അതാ കുട്ടി രണ്ട് നാണയം എടുത്തേ. അപ്പോൾ ഇങ്ങനെ നഫീസത്ത് ബീവിയുടെ ഇത്തരം കറാമത്തുകൾ കുഞ്ഞു മൊയ്തീൻ സാഹിബ് മാലയിൽ പലയിടത്തും പ്രതിപാദിക്കുന്നുണ്ട്.